അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കാർബൈഡ് ക്ലസ്റ്ററാണ്. നമ്മളിപ്പോൾ വെയ്റ്റ്സ് റൂൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബിഡോ ക്ലസ്റ്ററിൻ്റെ കാര്യം, കാർബിഡോ കാർബണിൽ ക്ലസ്റ്ററിൻ്റെ കാര്യം. അപ്പോൾ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കാർബൈഡ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം സെയിം ആണ്. വ്യത്യാസമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാർബിഡോ ക്ലസ്റ്ററിൽ എപ്പോഴും കാർബൺ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് ഉള്ളിലായിരിക്കും ഉണ്ടാവുക. കൂടെ ഒരു ട്രാൻസിഷൻ മെറ്റൽ ഉണ്ടായിരിക്കും, ഒരു കാർബണിൽ അല്ലെങ്കിൽ കാർബണിൽ ലിഗാൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ആകുമ്പോൾ കാർബണുള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ക്ലസ്റ്റർ കോമ്പൗണ്ടിനെയാണ് പറയുക. അതായത് കാർബണും ട്രാൻസിഷൻ മെറ്റലും കാർബണിലുള്ള കോമ്പൗണ്ട് കാർബണിൽ തന്നെ ആവണമെന്നില്ല, എന്നാലും കാർബണിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാർബൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും. അതുപോലെ ഒന്നിലധികം ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. അതിൽ കാർബണിൻ്റെ പ്രസൻസ് ഉള്ള ക്ലസ്റ്ററിനെ കാർബൈഡ് ക്ലസ്റ്റർ എന്ന് പറയും. മറ്റേതാണെങ്കിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് മാത്രം നിൽക്കുന്ന അവരെ പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് സ്പെഷ്യലായിട്ട് ഉള്ളതാണ്, പ്രത്യേകം എടുത്ത് ചോദിക്കുന്നതാണ് കാർബൈഡ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലസ്റ്റർ കോമ്പൗണ്ട്സിനാണ് നമ്മൾ പറയുക. അതിലുണ്ടാകുന്ന ഈ കാർബൺ എന്ന് പറയുന്നത് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എൻകാപ്സുലേറ്റഡ് ആയിരിക്കാം. ഒന്നുകിൽ പാർഷ്യലി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കാം. ഈ മെറ്റൽ ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് ഇരിക്കും. ഇനി കാർബണിന് എന്താ കോർഡിനേഷൻ നമ്പർ, ജിയോമെട്രി, അങ്ങനത്തെ എക്സിബിറ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ അങ്ങനെ കാണാറില്ല. പക്ഷേ അല്ലാത്ത കോമ്പൗണ്ട്സിൽ കാണാറുണ്ട്. ഒരു എക്സാമ്പിളാണ് RU6CO17C എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, കാർബൺ നമ്മൾ പറഞ്ഞ പോലെ വെയ്റ്റ്സ് റൂൾ അനുസരിച്ച് അതിൽ കാർബൺ ഉള്ളതുകൊണ്ട് കാർബണിൻ്റെ വാലൻസി 4 അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടിലേക്ക്. 86 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ കിട്ടുക. ക്ലോസോ സ്ട്രക്ചറിന് കിട്ടും, ഒക്ടാഹെഡ്രലാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കണം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സിമ്മട്രിയുടെ കാര്യം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പം ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. RU6CO17 എന്ന് പറയുന്ന സ്ട്രക്ചർ ഇതാണ് വരിക. കാർബൺ ഉള്ളിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്മട്രിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒക്ടാഹെഡ്രൽ സിമ്മട്രി ആണ്. അതിൽ കാർബണിൻ്റെ 2s ഓർബിറ്റലിനെ, കാർബണിന് എന്തുണ്ട്, 2s2 ഉണ്ട്, 2p2 ഉണ്ട്. അപ്പോൾ അതിൽ 2s ഓർബിറ്റലിൽ കാർബണിൻ്റെ ഓർബിറ്റലിൻ്റെ സിമ്മട്രി A1G സിമ്മട്രിയാണ്. 2p ഓർബിറ്റലാണെങ്കിൽ T1U സിമ്മട്രിയാണ്. ഒക്ടാഹെഡ്രൽ പോയിൻ്റ് ഗ്രൂപ്പാണ് വരിക. അപ്പോൾ അതിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന കേസിൽ ജനറലി A1 ഗ്രൂപ്പുള്ള ഓർബിറ്റലിലേക്ക് എന്താ പറയുക, A1 ഗ്രൂപ്പ് ഓർബിറ്റലുണ്ട്, ഒരു സെറ്റ് A1 ഗ്രൂപ്പും ഉണ്ട്, 2 സെറ്റ് T1U സിമ്മട്രി ഉണ്ട് ഓർബിറ്റൽസ്. അതാണ് അതിൻ്റെ സ്കെലിറ്റൽ ബോണ്ടിങ്ങിൽ വരുന്നത്. ഒരു സെറ്റ് A1G ഗ്രൂപ്പ് ഓർബിറ്റലും 2 സെറ്റ് T1U സിമ്മട്രി ഉള്ള ഓർബിറ്റലുമാണ് ഉള്ളത്. അത് ഒക്ടാഹെഡ്രലിൽ നിൽക്കണം. അപ്പോൾ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് A1G ഗ്രൂപ്പുകൾ ഉണ്ടാവുക, മറ്റേത് ടാൻജൻഷ്യലിയാണ് ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിമ്മട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സിമ്മട്രി, ഈ RUയും CUയും തമ്മിലുള്ള സിമ്മട്രി എന്ന് പറയുന്നത്, ആ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവണമെങ്കിൽ T2G ഓർബിറ്റൽസ് എന്താ പറയുക, നമ്മുടെ RU ബോണ്ടിങ്ങിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് RU കാർബണിൻ്റെ T2G ഓർബിറ്റൽസ് റുദീനിയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ചെയ്യുമല്ലോ, അതിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി സെൻട്രൽ ആറ്റത്തിന് ബോണ്ടിങ് ആയിട്ട് കാർബൺ RU അങ്ങനത്തെ ബോണ്ട് അല്ലാതെ RU ബോണ്ടിങ്ങിൽ മാത്രമേ കാർബണിൽ അങ്ങനത്തെ ബോണ്ടിങ് അല്ലാതെ RU ബോണ്ടിങ്ങിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു പോയിന്റ് ഉള്ളത്. അങ്ങനെ 4 CRU ബോണ്ടിങ് ഓർബിറ്റൽസ് കിട്ടും. അതിൽ 4 അൺഒക്യുപ്പൈഡ് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിമ്മട്രിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ MO ഡയഗ്രാം വഴി പഠിക്കേണ്ടതാണ്. പക്ഷേ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ട. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം ഈ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണെന്ന് പഠിക്കണം, ക്ലോസോ സ്ട്രക്ചർ ആണെന്ന് പഠിക്കണം. അതിലുള്ളത് 2s ഓർബിറ്റലിന് A1G സിമ്മട്രിയാണ് പഠിക്കണം, 2p ഓർബിറ്റലിൽ T1U സിമ്മട്രിയാണ് പഠിക്കണം. അതുപോലെ ഒരു സെറ്റ് A1G ഗ്രൂപ്പ് ഓർബിറ്റലും 2 സെറ്റ് T1U സിമ്മട്രി ഉള്ള ഓർബിറ്റൽസ് ആണ് ഉള്ളതെന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ പഠിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. കാർബൈഡ് ക്ലസ്റ്ററുകളുടെ എക്സാമ്പിൾസ് ഇപ്പോൾ RU6C CO17 എടുക്കാം, Fe4C CO13 എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ
സെൻറ്ററിലാണ് വരുന്നത്. ചുറ്റും 6 റുദീനിയം എലമെൻറ്റ്. പിന്നെയാണെങ്കിൽ സെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സൈഡിലേക്കാണ് കാർബൺ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും സെൻറ്ററിലൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് സെൻറ്ററിലായിരിക്കും ഇരിക്കുക. പേപ്പറിൽ വരയ്ക്കുന്ന കാരണം ഇങ്ങനെ വരച്ചേക്കണതാണ്. അപ്പോൾ അത് അടുത്ത എക്സാമ്പിൾ. ഇതവിടെ വേറൊരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നൈട്രൈഡ് ക്ലസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതേപോലെ കാർബൈഡ് ക്ലസ്റ്റർ പോലെ വരുന്ന നൈട്രൈഡ് ക്ലസ്റ്റർ, നൈട്രജൻ സെൻറ്ററിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് വരുന്ന സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. പിന്നെ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ഇതിലുള്ള കാർബൺ ആറ്റംസ് ചില സമയത്ത് ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് അത്ര റിയാക്റ്റീവ് ആയിരിക്കില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ ആറ്റംസ് 1-2 മെറ്റൽ ആറ്റംസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് അല്ലാതിരുന്ന സ്പീഷീസ് പെട്ടെന്ന് റിയാക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിളാണ് Fe6C CO16 2- എന്ന് പറയുന്ന കോംപ്ലക്സിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മൾ 2 അയൺ ആറ്റംസ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ എന്ത് വരും, കാർബൺ ആറ്റം. അപ്പോൾ റിയാക്റ്റീവ് ആവാതിരുന്ന ആ കോംപ്ലക്സ് റിയാക്റ്റീവായിട്ട് മാറും ഓക്സിഡേഷൻ വഴി അയൺ ആറ്റംസ് 2 കളഞ്ഞു കഴിഞ്ഞാൽ. അതൊരു എക്സാമ്പിളാണ്. എന്നിട്ട് കാർബൺ എന്നിട്ട് സുഖമായിട്ട് കാർബണിലായിട്ട് എന്താ പറയുക റിയാക്റ്റ്. അപ്പോൾ കാർബണിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ന്യൂക്ലിയോഫൈലായിട്ടുള്ള എന്ത് വരും, നമ്മുടെ കാർബണിൽസ് വരുമ്പോൾ അവർ തമ്മിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ CC ബോണ്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ഓർഗാനിക് കെമിസ്ട്രികളൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള കോമ്പൗണ്ടാണ്. പിന്നെ വരുന്ന ഇത്രയാണ് മെയിനായിട്ട് കാർബൈഡ് ക്ലസ്റ്ററിൽ വരുന്നത്. പിന്നെ വരുന്ന ഒരു പോയിൻ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ കാർബൈഡ് ക്ലസ്റ്ററിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനിഷനോട് കൊടുത്തിട്ടുണ്ട്. കാർബൈഡ്സ് ആർ defined as clusters that have carbon atom bonded only to cluster framework atom. അതായത് നമ്മുടെ ഡോട്ടഡ് ലൈൻസ് ആണല്ലോ കാണിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലസ്റ്റർ ആ ഫ്രെയിംവർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് അത് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് പിന്നെ പഠിക്കാനുള്ളത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. 2 ടൈപ്പ് ക്ലാസ്സസ് ഉണ്ട്. ജസ്റ്റ് അത് ഡെഫിനിഷനും എക്സാമ്പിൾസും വേണം. ബി പാർട്ടിനൊക്കെ ചോദിക്കാറുണ്ട്, മൊത്തമായിട്ടാണ് ചോദിക്കുക. അപ്പോൾ മെയിനായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ കേജ് കാർബൈഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ കേജ് പോലെയുള്ള എന്തോ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതാണ് 2 ക്ലാസ്സിൽ 2 കേജ് കാർബൈഡും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അതിൽ കേജ് പെരിഫറൽ കാർബൈഡും ഉണ്ട്. അപ്പോൾ അതിൽ കേജ് കാർബൈഡ്സ് ആണ് ഏറ്റവും വലിയതായിട്ടുള്ള ക്ലാസ്. കൂടുതലായിട്ടുള്ള സാധനം എന്താ പറയുക കേജ് കാർബൈഡ്സ് ആണ്. കൂടുതൽ എണ്ണ ഉള്ളത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റൽ ഫ്രെയിംവർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ കാർബൺ ആറ്റം കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് നടുക്കിൽ ഉള്ളിൽ ട്രാപ്പഡ് ആയിട്ടാണ് ഇരിക്കുക. ഒരു കാർബൺ ആറ്റംസ് ആവാം, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ സൈസ് അത്രയും വലുതാണ്, കേജ് പോലെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിൽ മിനിമം 6 എങ്കിലും ആറ്റംസ് ഉണ്ടായിരിക്കും, കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. കാർബൺ ആറ്റംസ് അല്ല, 6 ആറ്റംസ് എങ്കിലും അതിൻ്റെ സ്കെലറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കേജ് കാർബൈഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് OH6C CO15 പഠിക്കുക. 2-3 എക്സാമ്പിൾസ് ഉണ്ട്, അതും കൂടെ പഠിക്കുക. അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നതാണ് നമ്മൾ എന്തായിരിക്കും പെരിഫറൽ കാർബൈഡ് ക്ലസ്റ്റർ. എന്തായിരിക്കും പ്രത്യേകത, പെരിഫറിയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാർബൈഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പെരിഫറൽ കാർബൈഡ് ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിലെന്തായിരിക്കും ഇങ്ങനെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് 2. ഇത്രയാണ് കാർബൈഡ് ക്ലസ്റ്ററിൽ വരുന്നത്.